ഇപ്പം നിലവിൽ വരുന്ന കറണ്ട് ബില്ല് 150 രൂപയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത്. 150 രൂപ വന്നിട്ടുള്ളൂ. AC ഒക്കെ ഉണ്ടാവും. AC ഫുൾ ടൈം ഓൺ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് എറണാകുളം ഡിസ്ട്രിക്ട് തൃശ്ശൂരിനൊക്കെ ബോർഡറായിട്ട് മാളയ്ക്ക് അടുത്ത് പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു 5 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈക്രോ ഇൻവേർട്ടറിലാണ് ചെയ്തിട്ടുള്ളത്. എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടർ പ്ലസ് വാരിയുടെ ബൈഫേഷ്യൽ മോണോപർക്ക് പാനൽ. ഏകദേശം ഒരു 6-7 മാസത്തോളമായി നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് എത്രത്തോളം ഇവർക്ക് കറണ്ട് ബില്ലിൽ കുറവുണ്ടായി, എത്രയാണ് ഇപ്പോൾ നിലവിൽ കറണ്ട് ബില്ല് വരുന്നത്, എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടായി. ഇപ്പോൾ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. കാരണം സിംഗിൾ ഇൻവേർട്ടറായിട്ട് വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനൊക്കെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി മറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന കറണ്ട് ബില്ല്, എത്രയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുത്തെ ഹൗസ് ഓണർ മകനാണ്. പേര് എൻ്റെ പേര് ഗ്ലാഡ്വിൻ എന്നാണ്. ഗ്ലാഡ്വിൻ. ഓക്കെ. എന്താ ചെയ്യണത്? പഠിക്കുക? ഞാനിപ്പോൾ +1 പഠിക്കുകയാണ്. എവിടെയാണ്? ഇവിടെ അടുത്ത? ഇവിടെ അടുത്ത് VCHSS പുത്തൻവേലിക്കര അല്ലേ? ഓക്കെ. സോളാർ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മാസത്തോളമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? അപ്പോൾ മുമ്പ് എത്ര രൂപ വരുന്ന കറണ്ട് ബില്ല് ഉണ്ടായിരുന്നു? 1900 സംതിങ് ഒക്കെ കയറും. വലിയൊരു എമൗണ്ട് ഇല്ല. ഏകദേശം ഒരു 5000 kW പ്രൊജക്റ്റ് ചെയ്താൽ 10000 രൂപ വരെയൊക്കെ സേവ് ചെയ്യണ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുക. ഇപ്പം നിലവിൽ വരുന്ന കറണ്ട് ബില്ല് 150 രൂപയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത്. 150 രൂപ വന്നിട്ടുള്ളൂ. ഫിക്സഡ് ചാർജ് 120 രൂപ, മീറ്റർ വാടക 30 രൂപ. അങ്ങനെ ഏറ്റവും ചെറിയൊരു എമൗണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ സോളാർ വെച്ചിട്ട് സേവിങ്സ് ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രൊജക്റ്റൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഹാപ്പി ആണോ എന്നുള്ളത് എങ്ങനെ? ഫാദർ ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം വലിയ ചിലവൊന്നുമില്ലല്ലോ. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും ലൈക്ക് 150 രൂപ ഒരു ചെറിയൊരു എമൗണ്ട് ആണ്. എങ്ങനെ നോക്കിയാലും ഇപ്പം മാക്സിമം ലാവിഷായിട്ട് ഉപയോഗിക്കാം. AC ഒക്കെ ഉണ്ടോ? അപ്പോൾ AC ഫുൾ ടൈം ഓൺ ആക്കി. എന്നിട്ട് എത്ര AC ഉണ്ട്? ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ, ഇനി വെക്കാനുണ്ട്. മുമ്പ് യൂസ് ചെയ്ത പോലെയല്ല. ഇപ്പൊ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. നന്നായിട്ട്. കാരണം അന്ന് 2000 രൂപ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ലാവിഷായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഇങ്ങനെ ഇത്രയും ആവശ്യം ഉപയോഗിക്കുമ്പോൾ എന്തായാലും 5000 രൂപ മുകളിൽ എന്തായാലും കറണ്ട് ബില്ല് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കുറഞ്ഞു. പിന്നെ ഗ്യാസിൻ്റെ ഗ്യാസ് ഉപയോഗം ഗ്യാസ് നോർമലി അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ അങ്ങനത്തെ, പിന്നെ മൈക്രോവേവ് ഉണ്ട്. ഇൻഡക്ഷൻ കുക്കറില്ല, മൈക്രോവേവ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനിലുള്ള ആളായത് കൊണ്ട് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ, സോളാർ ഇങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ചെറിയൊരു കാഴ്ചപ്പാട്? എങ്ങനെ എന്താ പറയുക, കാശ് കുറയ്ക്കാൻ പറ്റും, കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിന് കുറച്ചുകൂടി നല്ലതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുക, അങ്ങനെ പല ബെനിഫിറ്റും ഉണ്ട്. നമുക്കൊരു ഇതാണ് എന്താ പറയുക, നമുക്ക് നമ്മളൊരു വീട്ടിലൊരു സോളാർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിനും അതുപോലെ തന്നെ ലോകത്തിനും കൊടുക്കുന്നൊരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളും കറണ്ട് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ എമിഷൻ ഉണ്ടാവില്ല, അതൊക്കെ കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. പപ്പ ഹാപ്പി തന്നെയാണ്, പുറത്താണുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ പാനൽ ഏതാണ്, അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ മോഡൽ ഏതാണ്, അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ നോക്കാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 10 പാനലാണ്. വാരിയുടെ 540 വാട്ട്സ് വരുന്ന 10 പാനൽ. ടോട്ടൽ 5400 വാട്ട്സ് ഉണ്ട് പാനൽ. അത് ബൈഫേഷ്യൽ പാനലാണ്. ബൈഫേഷ്യൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 49.8 VOCയിൽ 13.8 ആംപിയർ വരുന്ന നല്ലൊരു മോഡൽ പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന പാനലുകൾ ഇതിലും വാട്ട്സ് കൂടുതൽ വരുന്നുണ്ട്. 560 വരുന്നുണ്ട്, അതുപോലെ തന്നെ 565, 570, 590 വരെ വരുന്ന പാനലുകളൊക്കെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ തന്നെ മാക്സിമം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻവേർട്ടർ IQ8P എന്ന് പറയുന്ന മോഡലാണ്. എൻഫേസിൻ്റെ 25 വർഷം വരെ വാറണ്ടി കിട്ടുന്നൊരു, നമുക്ക് 15 വർഷമാണ് നിലവിലുള്ളത്, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 25 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഇൻവേർട്ടറാണ്. അത് മൈക്രോ ഇൻവേർട്ടർ. ടോട്ടൽ നമുക്ക് ഓരോരോ പാനലിലും സിംഗിൾ ആയിട്ടുള്ള ഇൻവേർട്ടറുകൾ വരുന്നത്. സിംഗിൾ പാനലിൽ എന്തെങ്കിലും ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പാനലുകൾ അത് ബാധിക്കില്ല. സ്ട്രിങ് ഇൻവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റാണ് മെയിനായിട്ട് നമുക്ക് മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടുള്ള ഒരു മെച്ചം വരുന്നത്. അത് തന്നെ നമുക്ക് ഒരു ഷെയ്ഡൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ മാത്രമുള്ളൂ കൂടുതൽ അത്രത്തോളം ബെനിഫിറ്റ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഡിഫറൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിൽ വലിയ
കുഴപ്പമൊന്നുമില്ല, നമ്മൾ രണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 പൈപ്പ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കോൺക്രീറ്റ് ചെയ്തിട്ട് കാലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നമ്മളതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒറ്റ സിംഗിൾ ലൈനായിട്ടാണ് നമ്മൾ മൊത്തം പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഓരോരോ പാനലിനും ഓരോരോ ഇൻവെർട്ടറാണ് വരുന്നത്. നമുക്ക് ബൈഫേഷ്യൽ ആയതുകൊണ്ട് നമുക്ക് അധികം മറവില്ലാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ACDB DCDB കാര്യങ്ങളും മീറ്ററൊക്കെ വരുന്നത് താഴെയാണ്. അങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള എൻഫേസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ IQ8P എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാക്സിമം നമുക്ക് 14 ആംപിയറിൽ കൊടുക്കാൻ പറ്റുന്ന പാനൽ ആംപിയർ കൊടുക്കുക, അതുപോലെ തന്നെ 65 വോൾട്ട് VOC കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നത് 25 ആംപിയറാണ്. ഇൻവെർട്ടറിൻ്റെ VOC വരുന്നത് 65 VOC ഉണ്ട്, അതുപോലെ തന്നെ 14 ആംപിയർ ഉണ്ട്. നമുക്ക് ഇതുപോലുള്ള പാനലൊക്കെ മാക്സിമം ഒരു 50-52 വരെ ആ റേഞ്ചിൽ മാക്സിമം 55 VOC വരെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെയിം ഇൻവെർട്ടറിനെ വെച്ചിട്ട് പുതിയ മോഡൽ പാനലുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. അത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇത്രേ ഉള്ളൂ. നമുക്ക് സിംഗിൾ ഓരോരോ പാനലിനും സെപ്പറേറ്റ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഈ DC കറണ്ടിനെ AC കറണ്ടായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോസ് കുറയും. അതുപോലെ തന്നെ ഓരോരോ പാനലിനും സെപ്പറേറ്റ് ഇൻവെർട്ടർ ആയതുകൊണ്ട് മറ്റുള്ള പാനലുമായിട്ട് ലിങ്ക് ഇല്ലാത്തതുകൊണ്ടും പ്രൊഡക്ഷൻ ഒരു വെയിലിന് ഇപ്പോൾ ഇത് ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പാനലിന് ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ പാനൽ വെയിലുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് മിക്സ് ആവില്ല, ഓരോ സെപ്പറേറ്റ് തന്നെ വരിക. അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കൂടുന്നുള്ളൂ, പക്ഷെ എന്നാലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിലൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മീറ്ററും അതുപോലെ തന്നെ നിലവിലിപ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഓരോരോ മാസം കിട്ടി നമ്മളെ മൊബൈലിൽ അതിൻ്റെ വൈഫൈയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരോ പാനലിന് വരെ നമുക്ക് എത്ര വാട്ട്സ് എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാർപോർച്ചിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് തന്നെ നമ്മളതിൻ്റെ ACDBയും അതുപോലെ തന്നെ നമ്മുടെ എനർജി മീറ്റർ അതുപോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഭാഗത്ത് തന്നെ നമ്മളതിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 എർത്താണ് ഇതിന് വരുന്നത്. കാരണം DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് 3 എർത്തേ വരുള്ളൂ. അത് ഒരെണ്ണം വരുന്നത് AC സെക്ഷന്, അതുപോലെ തന്നെ പാനൽ സ്ട്രക്ചർ എർത്ത് അങ്ങനെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്നിങ്, അങ്ങനെ 3 എർത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടലി ജനറേഷൻ വന്നിട്ടുള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ടോട്ടൽ ഇപ്പോൾ ഇതുവരെ വെച്ചിട്ട് ടോട്ടൽ ജനറേഷൻ വന്നിട്ടുള്ള യൂണിറ്റ് 3587 യൂണിറ്റാണ് ടോട്ടൽ ജനറേഷൻ വന്നിട്ടുള്ളത്. ഒരു മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു എനർജി മീറ്റർ അതുപോലെ തന്നെ ഒരു ഐസൊലേറ്ററും ഹാവൽസിൻ്റെ ഐസൊലേറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനർജി മീറ്ററിൻ്റെ ബോക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളതിൻ്റെ ACDBയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റപ്പായിട്ട് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു എൻഫേസിൻ്റെ ഒരു എൻവോയ് അതുപോലെ തന്നെ ക്യൂറിലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 MCB ബ്രേക്കർ ഉണ്ട്. അതുപോലെ തന്നെ SPD ഉണ്ട്. SPD എന്നാണ് നമ്മൾ എർത്തും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഒരു CT കൊടുത്തിട്ടുണ്ട്. AC സൈഡിൽ നമുക്ക് ഇൻപുട്ടും അതുപോലെ തന്നെ നമ്മൾ KCBയിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ വരുന്ന യൂണിറ്റ് എത്ര വരുന്നു നോക്കാൻ വേണ്ടിയിട്ട് 2 CTയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എർത്ത് കൊടുത്തിട്ടുള്ള 3 എർത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് എർത്ത് ചേമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 3 എർത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മൊത്തം സിസ്റ്റം. ഇതിൽ നമുക്കിനി എത്ര യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എത്ര യൂണിറ്റാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഡീറ്റെയിലും കാര്യം ഒന്നെടുക്കാം. ടോട്ടൽ യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള 3092 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3500 ചില്ല യൂണിറ്റാണ് അതിൽ മൊത്തം ജനറേഷൻ വന്നുള്ളത്. പകൽ സമയത്ത് ഒരു 500 യൂണിറ്റോളം യൂസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് 3092 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് 2-3 ടൈമിലാണ്, പക്ഷേ അത് ഒരു സമയത്ത് മാത്രമേ എക്സ്പോർട്ട് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിൽ ഇമ്പോർട്ട് നോക്കാം. നെറ്റ് യൂണിറ്റ് വരുന്നത് 2372 യൂണിറ്റാണ് നെറ്റായിട്ട് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് മൈനസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇമ്പോർട്ട് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 720 യൂണിറ്റാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 സമയങ്ങളിലായിട്ട് ഇമ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3092 യൂണിറ്റിൽ നിന്ന് 700 ചില യൂണിറ്റ് കുറച്ചതിന് ശേഷം 2000 ചില യൂണിറ്റ് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാലയളവിൻ്റെ ഉള്ളിൽ അവർ കൂടുതൽ ജനറേഷൻ വരുന്ന കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മൾ ഒരു സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. നമ്മൾ എർത്ത് ചേമ്പറും കാര്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ 3 എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇരുട്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണുന്നില്ല. അത്രയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ സിസ്റ്റം. ടോട്ടൽ നമുക്ക് പ്രൊഡക്ഷൻ വന്നുള്ള 175 യൂണിറ്റ്, അതിൽ എക്സ്പോർട്ടായി പോയിട്ടുള്ളത് 133.7, കൺസ്യൂം ചെയ്തിട്ടുള്ളത് 42.2 യൂണിറ്റ്. അത് നവംബർ മാസത്തെയാണ്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഒക്ടോബർ മാസം ടോട്ടൽ 622 യൂണിറ്റ്. ആവറേജ് നമുക്കൊരു 20 യൂണിറ്റോ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥ ഒന്നും പക്കയായിട്ടുള്ള രീതിയിലൊന്നുമല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഗ്രാഫിലുണ്ട്.
പക്ഷേ എന്നാലും മാക്സിമം നമുക്ക് 20-25 യൂണിറ്റിൻ്റെ മുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ആവറേജ് 20 യൂണിറ്റിൻ്റെ മുകളിലുണ്ട്. അതിൽ കൺസംഷൻ വന്നിട്ടുള്ളത് 169 യൂണിറ്റാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ ജനറേഷൻ വരുന്ന കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു ഈക്വൽ ആക്കുന്ന രീതിയിൽ നമുക്കൊരു 5000 രൂപ കറണ്ട് ബില്ല് വരാമെന്നുണ്ടെങ്കിൽ 3 കിലോ വാട്ട് ചെയ്താൽ മതി. 10000 രൂപ ആ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ 5 കിലോ വാട്ട് ചെയ്താൽ മതി. വലിയൊരു സിസ്റ്റം ഒന്നും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോരോ ടൈമിൽ നമുക്ക് കൂടുതൽ പാനൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ഇൻവെർട്ടറും പാനലും വെക്കണമെന്ന് മാത്രം. ഇത് ഓരോരോ മാസത്തിലുള്ളതാണ്. സ്റ്റാർട്ടിങ് ഏപ്രിൽ മാസം മുതലായിരുന്നു. ഏപ്രിൽ മെയ് 400 ചില്ലാൻ, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വന്നത്. 647 യൂണിറ്റ് വന്നിട്ടുണ്ട് പ്രൊഡക്ഷന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു 5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം വിത്ത് മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആയിരുന്നു. ഇങ്ങനെ ഒരു പ്രൊജക്റ്റൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് കോസ്റ്റ് വരിക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും ബെസ്റ്റ് പാനൽ, ഏറ്റവും ലേറ്റസ്റ്റ് പാനലൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപ, 3,50,000 രൂപ ആ റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ സൈറ്റ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഈ 3,50,000 രൂപ എമൗണ്ട് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് ആണ്. അതിൽ നിന്ന് സബ്സിഡി 78,000 കിട്ടും. മുമ്പ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് ഇത്രത്തോളം സബ്സിഡി ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു 5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപ വരെ മൈക്രോ ഇൻവേർട്ടറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപ വരെ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കുറഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 150 രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റ് മാത്രമുള്ളവർക്ക് വന്നിട്ടുള്ളൂ. ഈ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ റെൻറ്റ് വരെ വരില്ല. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അത്രത്തോളം ഒരുപാട് ചാർജുകളൊക്കെ കുറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രം ഫിക്സഡ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 10,000-12,000 രൂപ കറണ്ട് ബില്ല് വരുന്ന വീടുകൾക്കും അതുപോലെ തന്നെ ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ആൾക്കാരുടെ പ്രൊജക്റ്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് 2 ഓഫീസ് നിലവിലുണ്ട്. ഇപ്പോൾ തുടർന്ന് ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് തടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു പുതിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കാസർഗോഡ് നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ കേരള നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രമുഖകാരൻ.